ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ വീഡിയോന് ശേഷം ഇന്ന് നമുക്ക് നിഫ്റ്റിയെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് നല്ലൊരു ബൈയിങ് ഇന്ന് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയെ വിശ്വസിക്കാൻ പറ്റില്ല. അമേരിക്കൻ US മാർക്കറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ US മാർക്കറ്റിലും ബൈ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി പെട്ടെന്നൊരു ഷോർട്ട് കവറിങ് പോലത്തെ ബൈയാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മളുടെ നിഫ്റ്റി ആശാനെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നലത്തെ ഡേറ്റകൾ പ്രകാരം നമുക്കറിയാമായിരുന്നു ഈ ഒരു ഏരിയ, അതായത് 23,090 23,70 ആയിരുന്നു. ആ ഏരിയയിൽ നിന്നൊരു ബൈ ഉണ്ട് എന്ന് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്നത്തെ ഡേറ്റകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് ഐ ചാർട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡേറ്റ അനുസരിച്ച് നമുക്ക് ഐ ചാർട്ടിൽ പോവുക, ഫ്യൂച്ചർ എടുക്കുക, പാർട്ടിസിപ്പൻറ്റ് വൈസ് OA ഡാഷ്ബോർഡ് എടുക്കുക. ഇന്ന് 13-ാം തീയതി, ഇന്നലത്തെ 10-ാം തീയതി നമ്മൾ കണ്ടതാണല്ലോ. 10-ാം തീയതി എങ്ങനെയാണെന്നും FII ഷോട്ടും പ്രോ ഷോട്ടും എല്ലാം കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ 13-ാം തീയതിയിലത്തെ നോക്കാം നമുക്ക്. 13-ാം തീയതിയിൽ നമ്മുടെ ക്ലയൻസ്, അത് നമ്മൾ പിന്നെയും ലോങ് എടുത്തു, പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് ഷോട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലോങ്ങും ആഡ് ചെയ്തു ഇന്നലത്തേലും. അതിന് ശേഷം FII വളരെയധികം ഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് FII. അപ്പോൾ FII ഇവിടെ ഷോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോ ഇത്തിരി ലോങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോയിൻ്റെ ലോങ്ങും ഷോട്ടും ഏതാണ്ട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിപ്പുണ്ട്. എന്നാലും വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല. FIIയുടെ വളരെയധികം ഷോട്ടാണ്. പിന്നെ നമ്മൾ കോള് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലോങ് ആഡ് ചെയ്തു ക്ലയൻസ്, അതുപോലെ തന്നെ ഷോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോങ്ങിനേക്കാൾ കുറവാണ്. അത് പൊതുവെ ഇത്രയൊക്കെ വീഴുമ്പോൾ നമ്മളെല്ലാവരും അത് C ഒക്കെ വാങ്ങും. അപ്പോൾ ഏതൊക്കെ C വാങ്ങിയെന്നൊന്നും അറിയില്ല ഇൻഡെക്സിൽ, പക്ഷേ അങ്ങനെയാണ് ക്ലയൻസ്. പക്ഷേ FII ഇവിടെ ലോങ്ങാണ് കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഷോർട്ടിനേക്കാൾ കൂടുതൽ കോളിൽ ലോങ് ആഡ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ അതൊരു പക്ഷേ അവരിവിടെ ഇത്രയും ഷോർട്ട് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ലോങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോങ് പിന്നെ നമ്മളുടെ പ്രോ പക്ഷേ ഷോർട്ടാണ് കൂടുതൽ ആഡ് ചെയ്തേക്കുന്നത്. അത് ഇവിടെ ഒരു 5,000 കോടിയുടെ അവർ ഇൻഡെക്സിൽ ലോങ് ആഡ് ചെയ്തപ്പോൾ ഇവിടെ അവർ C ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വ്യക്തമാക്കാം നമുക്ക്. പിന്നെ പുട്ടിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ പുട്ട് ഏതാണ്ട് സെയിമാണ്. ഇവിടെ ഏതാണ്ട് 8 ലക്ഷമാണെങ്കിൽ ഇവിടെ വെറും 76,000 ലോങ്ങും 76,000 ഷോർട്ടും ഉള്ളൂ. ഇവിടെ 6 ലക്ഷവും 8 ലക്ഷവും, അതായത് ഏതാണ്ട് 17 ലക്ഷത്തിൻ്റെ കച്ചവടം നടന്നപ്പോൾ ഇവിടെ നടന്നത് വെറും 1.5 ലക്ഷത്തിൻ്റെ കച്ചവടമാണ് ക്ലയൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് പുട്ടിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത പോലെയാണ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിലാണുള്ള ആക്ടിവിറ്റി കൂടുതൽ, പിന്നെ ഈ പുട്ടിൽ ക്ലയൻറ്റിൻ്റെ വലിയ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന 57 ലക്ഷത്തിനെ തകർക്കാം, അല്ലെങ്കിൽ 52 ലക്ഷത്തിനെ തകർക്കാം. അതായത് അടിയിൽ ഷോർട്ട് ചെയ്തവന്മാരെ. ഇതിൽ രണ്ടിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മുകളിലത്തെ 57 ലക്ഷത്തിന് തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലിമിറ്റഡ് തകർക്കലാണ്. അതായത് സെല്ല് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റാണ്. പക്ഷേ അടിയിലത്തെ 52 ലക്ഷത്തിന്, അതായത് കോള് ഷോർട്ടിനെ ഷോർട്ട് കവറിങ് ചെയ്താൽ അൺലിമിറ്റഡ് പ്രോഫിറ്റാണ് കിട്ടാൻ പോകുന്നത്. അതാണ് ഇവന്മാർ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്, ഈ ഷോർട്ട്. അത് അവന്മാർ എപ്പോഴാണ് പൊട്ടിക്കണമെന്ന് അറിയാൻ പാടില്ല. ഇനി ഇവരുടെ നോക്കാം നമുക്ക്. FIയുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ FII പുട്ടിൽ ഒരു 2.5 ലക്ഷം അവന്മാർ പുട്ടിൽ ലോങ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ 3.5 ലക്ഷം ലോങ് കോളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ FII ഓപ്ഷൻ ആക്ടിവിറ്റിയിൽ അവർ ബുള്ളിഷാണ്, പക്ഷേ ഇൻഡെക്സ് ആക്ടിവിറ്റിയിൽ അവർ ബെയറിഷാണ്.
ഇവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏതാണ്ട് 2,20,000 ലോങ്ങും 4,70,000 ഷോർട്ടും. പക്ഷേ ഇവർ ലോങ് പുട്ടിലധികം ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതൊരു നല്ലൊരു സിഗ്നലാണത്. ഇവർ ഷോർട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർ ലോങ്ങും ഇൻഡെക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് ഇവരും നേരിയൊരു ബുള്ളിഷിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പണി കൊടുക്കാൻ പോണ ആര് കിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പണി കൊടുക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്നതും ആരാണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിലേ ക്ലയൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം ഫ്യൂച്ചറിൽ നിന്ന് അവർ എക്സിറ്റ് അടിച്ച് അവർ പേടിച്ച് പോയിട്ടുണ്ട് ക്ലയൻസ്. അതുകൊണ്ട് അവർ എക്സിറ്റ് അടിച്ച്. അപ്പോൾ ഇവർ എക്സിറ്റ് അടിച്ചത് ആരും വാങ്ങിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DIA വാങ്ങിച്ചിട്ടില്ല ആ ഫ്യൂച്ചേഴ്സ്. DIA എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഡീഷണലായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് സ്റ്റോക്കിന് ഷോർട്ട്. അപ്പോൾ അവർ അഡീഷണലായിട്ട് DIA വാങ്ങിച്ചിട്ടുണ്ടാവാം എന്ത് സ്പോട്ടിൽ. അതിന് വേണ്ടി അവർ പിന്നെയും നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ ഷോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ FII ഒരു നല്ല രീതിയിൽ ലോങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇതൊക്കെ FII ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഏതാണ്ട് 81,000 പിന്നെയും ലോങ് ആഡ് ചെയ്തു. പിന്നെ പ്രോ വളരെ നല്ല രീതിയിൽ ലോങ് ആഡ് ചെയ്തിട്ടുണ്ട്. 36,000 കോടി രൂപയുടെ ആഡ് പ്രോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോയിൻ്റെയും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ലോങ് കൂടിക്കൂടി വരികയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഇത് നോക്കുന്നില്ല, ഞാൻ അതിൽ നോക്കിയിട്ടില്ല കാര്യം. നമ്മൾ ഇൻഡെക്സ് നിഫ്റ്റി നോക്കുമ്പോൾ ഇതൊക്കെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് ശേഷം നമ്മളെ ഓപ്ഷൻ ചെയിൻ ഒന്ന് നോക്കാം. എന്താണ് ഓപ്ഷൻ ചെയിൻ നിഫ്റ്റിയുടെ പറയുന്നത് എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഓപ്ഷൻ ചെയിനിൽ നോക്കിയാൽ 16 ജാനുവരി ഓപ്ഷൻ ചെയിനിൽ ഇവിടെ അതായത് 23,000-ൽ ഒരു 18 ലക്ഷം ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ 22 ലക്ഷത്തിലേക്ക് പോയി. പിന്നെ 23,300-ലേക്ക് വന്നു. ഇന്നലെ അത് 23,800-ലായിരുന്ന ഇപ്പോൾ 23,800-ലായിരുന്ന സംഭവം 23,500-ലേക്ക് ചേക്കേറി. ഇവിടെ ഒരു 54 ലക്ഷം, ഇവിടെ ഒരു 57 ലക്ഷം ഇവിടെയും ആഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇത് ടോട്ടൽ വോളിയം ഉണ്ടോ, അല്ലാണ്ട് ലോട്ടല്ല. ഇത് ടോട്ടലായിട്ട്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. എത്ര ലോട്ട് ആഡ് ചെയ്തെന്നല്ല കാണിക്കുന്നത്, അപ്പോൾ എത്ര വോളിയം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇപ്പോൾ 23,300 23,500-ലേക്ക് മാറിയിരിക്കുകയാണ് റെസിസ്റ്റൻസ്. ഓക്കെ, നിഫ്റ്റിയുടെ സപ്പോർട്ട് എവിടെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ഇപ്പോൾ 23,000-ൽ നല്ല സപ്പോർട്ടുണ്ട്. നല്ല സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം സപ്പോർട്ടാണ് വന്നിരിക്കുന്നത് 23,000-ൽ. അതിന് ശേഷം പിന്നെ സപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 23,900-ൽ സപ്പോർട്ടുണ്ട്, 23,800-ൽ സപ്പോർട്ടുണ്ട്, 23,700-ൽ. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ ഇതൊരു കിടിലൻ സപ്പോർട്ടായി മാറിയിരിക്കുകയാണ്. ഇവരെ ഹണ്ട് ചെയ്യണമെങ്കിൽ നല്ല ഒരു ഭയങ്കരമായൊരു കവറിങ് ഉണ്ടാവണം, അതായത് ഇവരെ ഹണ്ട് ചെയ്യാൻ. പക്ഷേ ഇവരെ ഹണ്ട് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ബിഗ്ഗീസിന്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ തന്നെ ഒരു ബിഗ്ഗി ആണെങ്കിൽ പോലും ഞാനിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ പുട്ട് ഓപ്ഷൻ നോക്കാം. ഇത് കണ്ടോ, ഈ ക്ലയൻറ്റ് ഇവിടെ പുട്ട് ഓപ്ഷനിൽ 35 ലക്ഷം 28 ലക്ഷം ഉള്ളു. അപ്പോൾ അവർ ആ ഒരു സംഭവത്തിന് അതിൽ 35 ലക്ഷത്തിനാണ് ഹണ്ട് ചെയ്യേണ്ടത്. അതിനെ ഹണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ബെസ്റ്റ് ഇവർക്ക് ഇവിടെ 52 ലക്ഷം ഈ സംഭവത്തിന് ഹണ്ട് ചെയ്യാനാണ്. കണ്ട, യെസ്റ്റർഡേ വെറും 45 ലക്ഷമായിരുന്ന കോള് ഷോട്ട് ഇന്ന് 52 മാറിയിട്ടുമുണ്ട്. അപ്പോൾ അതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, ഇവിടെ ഒരു കുറച്ച് കുറേ ഷോട്ട് എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോ കുറച്ച് ഒരു 1,328 കോടി രൂപയുടെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ എവിടെ നിന്നാണ് എക്സിറ്റ് അടിച്ചതെന്നൊന്നും നോക്കാം നമുക്ക്. അതുമാത്രമല്ല പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിലും സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ എവിടെയൊക്കെയാണെന്നൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ട് ഇതിൽ.
അതിനെ പറയുന്നത് ടോട്ടൽ PEC ഡിഫറൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടെ പോയിട്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൽ നിന്ന് എക്സിറ്റ് വല്ലതും ഉണ്ടാകുന്ന നോക്കാം. അപ്പോൾ ഈ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഓക്കെ കണ്ടോ, ഈ സംഭവത്തിൽ കാണിക്കുന്നത് ഇത്രയും 371 ഇത്രയും ലോട്ട്, അതായത് ഇത്രയും വോളിയം നിഫ്റ്റിയുടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ആരോ എക്സിറ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഷോർട്ട് കവറിങ് ആരംഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് 3.5 ഈ എക്സിറ്റ് സംഭവിച്ചിരിക്കുന്നത്. ആ എക്സിറ്റ് സംഭവിച്ചപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കുന്നത് കണ്ടോ, ആ എക്സിറ്റ് സംഭവിച്ചപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഇയാൾ ഈ ഒരു എക്സിറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് കയറി വരികയും ചെയ്തു. ഇവിടെ നിന്നുള്ളൊരു എക്സിറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഏതിലാണ് എക്സിറ്റ് എന്ന് നോക്കാം നമുക്ക്. മറ്റു ബാങ്ക് നിഫ്റ്റിയിൽ വല്ല എക്സിറ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ വലിയ എക്സിറ്റ് ഇല്ല. അയ്യോ, ഇവിടെ ഉണ്ട് കേട്ടോ ഒരു എക്സിറ്റ്. ഇവിടെ ഒരു 41,000 എക്സിറ്റ് ഉണ്ട്. അത് ഏത് ടൈമിലാണ്? 48,670. പക്ഷേ ഇത് ഈ ഒരു എക്സിറ്റ് ലോങ് എക്സിറ്റ് ആയിരിക്കുള്ളൂ, ഷോർട്ട് എക്സിറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഇതൊരു ലോങ് ആരോ എടുത്തിട്ട് അവർ പ്രോഫിറ്റിലായിട്ട് അവർ ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചതിന് ശേഷം മാർക്കറ്റിനെ പിന്നെ തകർത്തതാണ്. അപ്പോൾ അതൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ അല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമില്ല. ഇത് ലോങ് ആണ് ഈ എക്സിറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്കി കൂട്ടണ്ട. ബാങ്കിൻ്റെ ഫിൻ നിഫ്റ്റിയിൽ നോക്കാം. ഇങ്ങനെ ഒന്ന് ലോഡായൊക്കെ വരാൻ ഇത്തിരി ടൈം എടുക്കാറുണ്ട്. ഫിൻ നിഫ്റ്റി വരുന്നുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ ഇവിടെ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. 1000 ക്വാണ്ടിറ്റി ഇവിടെ വന്നു, അതിനുശേഷം 1000 ക്വാണ്ടിറ്റി അവിടെ എക്സിറ്റായി. പിന്നൊരു ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻട്രി വന്നതിന് ശേഷം അത് പെട്ടെന്ന് എക്സിറ്റും വന്നിട്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി എടുത്ത പഹയൻ ഈ ഒരു എൻട്രി 22,506 എൻട്രി എടുത്തിട്ട് ഷോർട്ട് കവറിങ് ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് കവറിങ് ചെയ്തപ്പോൾ അതിങ്ങനെ കയറിപ്പോയി. അവസാനം ഈ പഹയൻ ഇവിടെ നിന്ന് വേറെ ഷോർട്ട് എൻട്രി എടുത്ത് നോക്കുന്നു. ഇവിടെ നിന്ന് ഷോർട്ട് എൻട്രി എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ എൻട്രി രാവിലെ എടുത്തിരുന്നില്ല, ഈ 2000 അതിൽ നിന്ന് കുറേ എക്സിറ്റ് അടിച്ചിട്ട് ഇവിടെ നിന്ന് അവൻ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാലോ അതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ തകർന്ന്. അപ്പോൾ അതിന് ശേഷം ഒരു ഇത് വന്നിട്ടില്ല, എക്സിറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നില്ല, നിഫ്റ്റിയിലാണ് കാണുന്നത്. ഇനി നമുക്ക് മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പിൽ എന്താണ് ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് നോക്കാം. മിഡ് ക്യാപ്പിൽ രാവിലെ തൊട്ട് അങ്ങനെ ഒരു എക്സിറ്റ് എൻട്രി ഇല്ല, നല്ല എൻട്രികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല എൻട്രികൾ വരുന്നുണ്ട് മിഡ് ക്യാപ്പിൽ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ മിഡ് ക്യാപ്പ് രാവിലെ 53,000 ചേഞ്ചായിട്ട് കൂടി 89,000 വരെ. അപ്പോൾ മിഡ് ക്യാപ്പിൽ ഒരു ലോങ് ആണോ ഷോർട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് മിഡ് ക്യാപ്പിനെ പൊതുവേ എല്ലാം ബുള്ളിഷായി വരികയാണെങ്കിൽ മിഡ് ക്യാപ്പും വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വേറെ നോക്കാനായിട്ട് ഇതിലൊന്നുമില്ല. അടുത്തത് നമുക്ക് ചാർട്ട് തന്നെ നോക്കാം. ചാർട്ട് ബേസിൽ നിഫ്റ്റി ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വന്നു. ഇപ്പോൾ നിഫ്റ്റി നാളെ എവിടെ ഓപ്പൺ ആവും എന്നുള്ളതല്ല, നിഫ്റ്റിയുടെ നമുക്ക് ഉള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഇവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ടെങ്കിലും ഇവർ ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ താഴ്ത്തും. ഈ താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ത്തിയാൽ ഇതിൻ്റെ അടിയിൽ, അതായത് ഇന്നലത്തെ ഡേലോയുടെ അടിയിൽ
നിൽക്കുമ്പോൾ മാത്രം, അതായത് ഇന്നലത്തെ ഡേ ലോയുടെ അടിയിൽ നിന്നാലും മാത്രമേ നമുക്ക് ഈ ഒരു താഴ്ത്തലിൽ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് എൻട്രി ചെയ്യാൻ പാടുള്ളൂ പുട്ടിന് വേണ്ടി. ഇതിൻ്റെ അടിയിൽ നിന്ന് എൻട്രി ചെയ്യാൻ പാടുള്ളൂ പുട്ടിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇവിടം വരെയൊക്കെ എൻട്രി ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഇവിടം വരെയൊക്കെ നോക്കാം. പക്ഷേ ഇത് ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ താഴ്ത്തിയാൽ നമ്മൾ ഒരു പക്ഷേ ഇത്രയല്ല ഞാൻ പറയുന്നത്, ഒരുവിധം നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ്ങിൻ്റെ ആഴം നമുക്ക് ഭയങ്കര ഡേഞ്ചറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൺസോൾട്ടേഷൻ, ഈ ഒരു ഏരിയയിൽ കൺസോൾഡേറ്റ് ചെയ്താൽ മാത്രമേ 23 തകർന്ന് കൺസോൾഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിനി പുട്ടെടുക്കാനുള്ള ഒരു ഇത് വരുള്ളൂ. അങ്ങനെ പുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ 22,780 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന ഏരിയ, അതായത് ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,200 മുകളിലോട്ട് നിന്നാൽ പിന്നെ നമുക്ക് നിഫ്റ്റി ഒരു നല്ലൊരു ഷോർട്ട് കവറിങ് കിട്ടുമെന്ന് വിശ്വസിക്കാം നിഫ്റ്റിയിൽ. പിന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏതാണ്ട് നല്ല രീതിയിൽ റൈറ്റിങ് മുകളിൽ നടന്നിട്ടുണ്ടാവണം. ഏത് റൈറ്റിങ്? പുട്ട് റൈറ്റിങ് നല്ല രീതിയിൽ ഇവർ നടത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുത്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി വെറുതെ നോക്കിയേക്കാം. ഞാനത് ശരിക്കും നോക്കിയില്ല ബാങ്ക് നിഫ്റ്റി, എങ്കിലും വെറുതെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് സൈഡിലാണ് നോക്കേണ്ടത്. കണ്ടോ, പുട്ട് സൈഡിൽ 48,000 നല്ല കംഫർട്ടബിളായിട്ട് അതിനെ ഇത് ചെയ്യുന്നുണ്ട്, എന്ത് ആഡ് ആവുന്നുണ്ട് ഈ ഒരു 48,000. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ട, ഇവിടെ 9 ലക്ഷം ഇപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ നല്ല രീതിയിലുണ്ട്. അത് എത്രയാണ്? 49,000. അപ്പോൾ ഇവരൊരു പേടിക്കാതെ ഇവരിവിടെ ഇരിക്കുന്നുണ്ട്. 49,000 ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന് നല്ലൊരു വോളിയം ഉണ്ട്, ഏതാണ്ട് നല്ലൊരു വോളിയം ഈ ഒരു 49,000 നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റി 49,000 നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഈ ഒരു ഏരിയ ടീം, അതായത് പ്രൈസ് കണ്ട 12.05, ഈ ഏരിയ ടീം ഇപ്പോഴും അതിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ടില്ല. അതായത് ഇതിനെ ബൈ ചെയ്തവന്മാരാണ്. ഇത് ശരിക്കും ബൈ ചെയ്തവന്മാർ മറ്റുള്ള ഷോർട്ട് ചെയ്യണവന്മാരെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് വിശ്വസിക്കാം ബാങ്കും അടിച്ച് കയറുമെന്ന്. അപ്പോൾ ഈ ഒരു സംഖ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 49,000 കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം. അതും മാർക്കറ്റ് കയറുന്ന സമയത്തുള്ളൊരു എക്സിറ്റാണ് കണ്ടു കഴിഞ്ഞാൽ വലിയ നല്ലതാണ്. കാരണം അവർ പിന്നെ അവരുടെ പരിപാടിയൊക്കെ തീർത്തി പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ മാർക്കറ്റ് തിരിച്ചു കയറും. ഇതൊരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതികളാണ്. അപ്പോൾ ഞാനിത് കുറച്ച് സ്ട്രൈക്ക് എടുത്തുള്ളൂ. അപ്പോൾ ഓൾ സ്ട്രൈക്ക് നോക്കാം, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രോർഡിനറി ആക്ടിവിറ്റി ഉണ്ടെന്ന് നോക്കാം നമുക്ക്. എക്സ്ട്രോർഡിനറി ആക്ടിവിറ്റി കോൾ സൈഡിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. കോൾ സൈഡിൽ എക്സ്ട്രോർഡിനറി ആക്ടിവിറ്റി എന്ന് വെച്ചാൽ 61,000 കുറേ ആളുകളുണ്ട്. ഇവർ ഇങ്ങനെ നിൽക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കോളിനെയൊക്കെ ഈ പൈസ ഉറക്കാൻ വേണ്ടി ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് അവർ നിൽക്കുന്നത്. അത് പോട്ടെ, ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെയും അഡീഷനൊന്നുമില്ല. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും പ്രൈസ് ആയതുകൊണ്ട് അവരത് എക്സിറ്റ് അടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അഡീഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു വേറെ എക്സ്ട്രോർഡിനറി ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു എൻട്രി വന്നിട്ടുണ്ട്, ഒരു നിസ്സാര എൻട്രി. ഇതാരാണെന്ന് ദൈവത്തിനറിയാം. 51,700 ഒരു എൻട്രി ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ എൻട്രികളൊന്നും കാണുന്നില്ല എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള. ഇവിടെ ഒരു 240 എൻട്രി 57,000 ആരും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തിനാണ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. നമുക്കിതിനെ പറ്റിയൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം 48,000 ഒരു നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്താൽ ഇന്നത്തെ ലോ
47,800. അപ്പോൾ 48,000 ഒരു സപ്പോർട്ടാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി 48,000 അടുത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് റിവേഴ്സ് അടിക്കുമെന്ന് വിശ്വസിക്കാം. പിന്നെ ഇതിലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് തിരിച്ചു പോവുക, ഇവിടെ നിന്ന് കയറിയിട്ട് തിരിച്ച് വീഴുക, ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് തിരിച്ച് വീഴുക. എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കയറുക, വീഴുക. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സാധ്യം, ഇതിങ്ങനെ കയറുമ്പോൾ നമ്മൾക്കും ഇത് ടെൻഡൻസി വരും. കാരണം ഇവിടെ കയറും, ഇനിയിപ്പോൾ എന്ത് വന്നാലും മാർക്കറ്റ് ഡയലോഗാണ്. ഈ ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു സി എടുത്താൽ അത് ഇത്രയും കയറുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ എക്സിറ്റ് അടിക്കും. മനസ്സിലായി? പിന്നെ പി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം പിടിച്ച് നിൽക്കും. ഈ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. ഇതാണ് ഓപ്പറേറ്ററുടെ ഉദ്ദേശം, ഈ ഒരു ടെൻഡൻസി ഉണ്ടാക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ കയറിയിട്ട് ഒരു ചെറിയൊരു ഇത് വന്ന് പയ്യെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വീഴുന്നതിനനുസരിച്ച് പുട്ടിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ പുട്ടിൻ്റെ പ്രൈസ് അങ്ങനെ കൂടാണ്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ഇവരിങ്ങനെ നിർത്തിയിട്ട് പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താണ്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പുട്ടിനിങ്ങനെ മേടിച്ച് ആവറേജ് ചെയ്ത് നമ്മളുടെ എല്ലാ നഷ്ടവും വരുത്തിയിട്ട് അവരങ്ങോട്ട് പോകും. അപ്പോൾ പക്ഷെ പുട്ട് മേടിക്കേണ്ടെന്ന് പറയുന്നതും തെറ്റാണ്. നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് പുട്ടിനെ വെക്കണം. ആ ചെറിയ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 48,123 ഇതാണ് ഇന്നലെ റിവേഴ്സ് വന്ന സ്ഥലം. അതൊരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് അതിൻ്റെ അടിയിൽ നടക്കുമ്പോൾ പുട്ടിന് എടുക്കാം. മനസ്സിലായോ? പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഹൈ എവിടെയാണ്? 48,600. അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പുട്ടിനെടുക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ അതിൻ്റെ ആ പരിസരത്ത് വരുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പുട്ടിനെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പുട്ടിനെ നമ്മൾ വേഗം എക്സിറ്റ് അടിക്കുകയും ചെയ്യണം. കോളിനെ നമ്മൾ ഒന്ന് പിടിച്ചു വെക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകണം. കാരണം ഇനിയുള്ള ദിവസം അടുത്ത ട്രേഡ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതൊക്കെ നിങ്ങളുടേതായ ഒരു ഐഡിയയിലും നിങ്ങളും ട്രേഡ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.